2019 മുതൽ വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം BJP അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ ഒരു ഭരണമാറ്റം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 മുതൽക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർ കോൺഗ്രസിനോടൊപ്പം നിന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിൽ UDF എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്തുണ തന്നു. ആ പിന്തുണ തന്നെയാണ് ഇവിടെ നിലമ്പൂരും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അതിനിപ്പോൾ എന്തോ ഒരു ഭൂകമ്പം നടത്തേണ്ട കാര്യമില്ല. അതായത് വികസനം ചർച്ച ചെയ്യാൻ UDF തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് വികസനം ചർച്ച ചെയ്യാം, നിങ്ങൾ ആരംഭിച്ച് നിങ്ങൾ പൂർത്തിയാക്കിയ പദ്ധതി പറയാൻ പറഞ്ഞു. അപ്പോൾ ഉത്തരവില്ല. അപ്പോഴാണ് വിവാദങ്ങൾ ഉണ്ടാക്കി അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനും കമ്മ്യൂണലായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കി ഇലക്ഷനിൽ ജയിക്കാനുള്ള ഒരു തരംതാണ രാഷ്ട്രീയമാണ് CPM അവലംബിക്കുന്നത്. അപ്പോൾ ഇതിലൊരു യാതൊരു അത്ഭുതവുമില്ല. 2019 വരെ ധാരാളമായിട്ട് ഇവരുടെ വോട്ട് കിട്ടിയിട്ടുള്ള LDFനാണ്. ഇപ്പോൾ 96 മുതൽ 96 വരെ ഇവർ ഇലക്ഷന് ജമാഅത്തെ ഇസ്ലാമി എടുത്ത സ്റ്റാൻഡ് വ്യക്തികളുടെ മൂല്യം നോക്കി വോട്ട് ചെയ്യാണ്. അന്ന് കോഴിക്കോട് പാർലമെൻറ്റിലൊക്കെ വീരേന്ദ്രകുമാറിനെ വോട്ട് ചെയ്തവർ പരസ്യമായിട്ട് പത്രത്തിൽ കൊടുത്തു ഇന്ന ആൾക്കാർ പിന്തുണ നൽകുന്നത്. പക്ഷേ 96 മുതൽ, അതായത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം RSSനെയും ജമാഅത്തെ ഇസ്ലാമിനെയും അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് നിരോധിച്ചപ്പോൾ 96 മുതൽ തുടർച്ചയായിട്ട് ഒരു കേരളത്തിൽ LDFനും കേന്ദ്രത്തിൽ കോൺഗ്രസ് വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചത്. വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത് 2010-ലാണ്. അന്നും അവരുടെ സ്റ്റാൻഡ് മാറിയിട്ടില്ല. പക്ഷേ 2019 വന്നപ്പോഴാണ് ആ പാർട്ടി സ്റ്റാൻഡ് മാറ്റിയത്. പിന്നെ വെൽഫെയർ പാർട്ടിയുടെ സ്റ്റാൻഡും അതിനുശേഷം പിന്നെ ജമാഅത്തെ ഇസ്ലാമി സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും കൊടുത്തിട്ടില്ല. അതായത് ആർക്ക് പിന്തുണ നൽകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. വെൽഫെയർ പാർട്ടിയാണ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. ഇതിപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നിലപാട് പറഞ്ഞു. ഞങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ല, 2019 മുതൽക്കുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അവർ പറഞ്ഞു. ബാക്കി ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയും എവിടെയും നടത്തിയിട്ടില്ല. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഓരോ കഥകളാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് 2019 വരെ ഇവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിനെ ന്യായീകരിച്ചിട്ട് പിണറായി വിജയൻ ദേശാഭിമാനി ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ 2006 തെരഞ്ഞെടുപ്പിൽ. 2009 PDP സ്ഥാനാർത്ഥിയായിരുന്നില്ലേ ഹുസൈൻ രണ്ടത്താണി, അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് ഇവരും ഉണ്ടായിരുന്നില്ല. അന്ന് വെൽഫെയർ പാർട്ടിയില്ല, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു. അന്നൊന്നും ഇല്ലാത്തൊരു കുഴപ്പം ഇപ്പം എങ്ങനെയുണ്ടായി? മാത്രമല്ല വെൽഫെയർ പാർട്ടിയിൽ എല്ലാ ജാതി മതസ്ഥർക്കും അംഗത്വം കൊടുക്കുന്നുണ്ട് അവർ. അപ്പോൾ അവരാണ് തീരുമാനമെടുത്തത് കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ അഖിലേന്ത്യാ തലത്തിൽ. അതിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂരും പിന്തുണയ്ക്കുന്നത്. നിലമ്പൂർ എന്താ ഇന്ത്യയിലല്ലേ? അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ. അതായത് ജോയ് മാത്യുവിനെ പോലുള്ളവർ UDFന് വേണ്ടി ഇറങ്ങിയപ്പോൾ സ്ഥിരം ചില കഥാപാത്രങ്ങളെ കൊണ്ടിറക്കിയതാണ്. അതൊന്നും ഞങ്ങൾ അതിനൊന്നും വകവയ്ക്കുന്നില്ല. അതവരുടെ ഇഷ്ടം, അതവർ ചെയ്തോട്ടെ. അങ്ങനെയൊന്നുമില്ല, അവർ രാഷ്ട്രീയം പറഞ്ഞോട്ടെ. അതൊന്നും ജനങ്ങൾ വകവയ്ക്കില്ല. കാരണം അനുഭവിക്കുന്ന ജനങ്ങളാണല്ലോ. എഴുത്തുകാരും സാഹിത്യകാരന്മാരൊക്കെ കാലാകാലങ്ങളിൽ നിലപാട് മാറ്റും. എന്നാൽ മാറ്റാത്തവരും ഉണ്ട്. ഇടതുപക്ഷത്തിന് സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഞങ്ങൾക്ക് ബഹുമാനമൊക്കെ ഉണ്ട്. അവരുടെ സ്റ്റാൻഡ് അവരെടുത്തോട്ടെ. ഞങ്ങളുടെ സ്റ്റാൻഡായിട്ട് മുന്നോട്ട് പോകും. അല്ല, ഞങ്ങൾ ഒരു സ്റ്റാൻഡ് എടുത്തല്ലോ. ഞങ്ങൾ പറഞ്ഞ് അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആര് തെറ്റുകാരാണെങ്കിൽ ഞങ്ങൾ ആരും ന്യായീകരിക്കില്ല. ഒരു കുഞ്ഞ് മരണപ്പെട്ട് ദാരുണ സംഭവമാണ്. ഒരു കുടുംബത്തിൻ്റെ 2 പെൺമക്കൾക്കുള്ള ഒരു അത്താണിയായിരുന്നു ആ കുട്ടിക്ക്. ആ കുട്ടി മരിച്ചപ്പോൾ അത് നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഈ കെണി വെച്ച ആൾ കൃഷിക്ക് വേണ്ടി കെണി വെച്ചതല്ല, പന്നിയെ പിടിച്ച് മാംസം വിൽക്കുന്ന ഏർപ്പാട് അയാൾക്ക്. അത് മാത്രമല്ല, മെയിൻ കണക്ഷൻ എടുത്തിട്ടില്ല, മെയിൻ ലൈനിനാണ് കണക്ഷൻ എടുത്തിട്ടില്ല. അപ്പോൾ അതിൽ KCB ഉൾപ്പെടെ ഉത്തരവാദിത്തമുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച് എന്ത് വേണമെങ്കിലും അന്വേഷിച്ച് ഞങ്ങൾ ആരും ന്യായീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾ അന്വേഷിച്ചോടെ പോയി. അത് ഞങ്ങൾ CBI-നൊന്നും ഇപ്പം ഞങ്ങൾ പറയുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസി അന്വേഷിക്കട്ടെ. PDP പിന്തുണയെ MP ഗോവിന്ദൻ സ്വീകരിക്കുന്നു. അതായത് PDP ഭാഗമാണ് PDP എന്ന് പറയുന്നത്. വെൽഫെയർ പാർട്ടി അതായത് അവരെ പിന്തുണയ്ക്കുന്നവരൊക്കെ പീഡിതരും പിന്നെ ജനാധിപത്യ വിശ്വാസികളും മതേതരവാദികളും. ഞങ്ങളാരൊക്കെ പിന്തുണച്ചോ അവരൊക്കെ മോശക്കാരും വർഗീയവാദികളും. ഈ സ്റ്റാൻഡാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഇന്നത്തെ അധപ്പതനത്തിൻ്റെ മുഖ്യ കാരണം.